ഹലോ, എനിക്കിന്ന് കോട്ടയത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ കൂടെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മ ഇന്നലെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞമ്മയും കൂടെ രാവിലെ ഓട്ടോയിലാണ് ഞങ്ങൾ തമ്പാനൂർ പോയത്. ഇവിടുന്ന് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങളുടെ ബസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു. ഒരു 8 മണി ആയപ്പോഴത്തേനും നമ്മൾ കൊട്ടാരക്കര എത്തിയായിരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയതുകൊണ്ട് കൃത്യമായിട്ട് സ്ഥലമൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കോട്ടയത്തെത്തി. കോട്ടയത്ത് ചെന്നപ്പോഴത്തേനും നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്കങ്ങ് കോളേജിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഒരു ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ അപ്പവും മുട്ടക്കറിയും വാങ്ങിച്ചു. കുഞ്ഞമ്മയൊക്കെ പൂരിയാണ് കഴിച്ചത്. നല്ല ആഹാരമായിരുന്നു. മാന്നാനം കോളേജിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ് കയറാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി കേട്ടോ. അങ്ങനെ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ചോറും പിന്നെ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ബസ് പിടിച്ചിട്ട് നമ്മൾ കോട്ടയം സ്റ്റാൻഡിലെത്തി. കോട്ടയം സ്റ്റാൻഡിൽ നോക്കിയപ്പോഴത്തേനും തിരുവനന്തപുരം ബസ്സിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത ബസ് നോക്കി കയറാമെന്ന് പറഞ്ഞൊരു 7-7:30 ആയപ്പോഴത്തേനും നമുക്കൊരു ബസ് കിട്ടി. അതിൽ തിരക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേനും അവിടെ മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ചാർജർ ഞാൻ എടുക്കാത്തതുകൊണ്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതാ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കോഫി കുടിച്ചു. ഈ സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവം കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഏകദേശം എത്താറായിരുന്നു. പിന്നെ നേരെ തമ്പാനൂരെത്തി ഒരു ചായയും കുടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലെത്തി.